it says that God made me. God loves me. God loves me. In my Bible book it says that God loves me. God helps me. God helps me. In my Bible book it says that God helps me. God keeps me. God keeps me. In my Bible book it says that God keeps me. God made me. God made me. In my Bible book it says that God made me. അവർക്ക് നൽകിയ കൽപ്പനകൾ അടങ്ങിയ കൽപ്പലകങ്ങൾ സൂക്ഷിക്കുകയും യാത്രാവേളയിൽ അതീവ ശ്രദ്ധയോടെയും ബഹുമാനത്തോടെയും കൂടി കൊണ്ടുപോകുകയും ചെയ്തു. കൂടാരം അടിച്ചു പാർക്കുന്ന സമയങ്ങളിൽ മനോഹരമായ അലങ്കരിച്ച തിരശ്ശീലകൾ കൊണ്ട് നിർമ്മിച്ച സമാഗമന കൂടാരത്തിൽ പെട്ടകം വെച്ചിരുന്നു. ഈ ന്യായപ്രമാണ പെട്ടകത്തിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞതുകൊണ്ട് അവർ അതിന് മഹത്വം നൽകുകയും വിശുദ്ധിയോടെ കാണുകയും ചെയ്തു. ഇസ്രായേൽ ജനം വളരെ യുദ്ധങ്ങൾക്ക് ശേഷം ദാവീദ് രാജാവിന്റെ കാലത്താണ് സ്വസ്ഥമായി പാർത്തത്. നിയമപ്പെട്ടകം കേവലം തിരശ്ശീലകൾ കൊണ്ടുണ്ടാക്കിയ സമാഗമന കൂടാരത്തിൽ ഇരിക്കുന്നതും താൻ ദേവദാരു കൊണ്ടുണ്ടാക്കിയ രാജധാനിയിൽ പാർക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് രാജാവ് ചിന്തിച്ചു. അദ്ദേഹം ദാവീദ് ധാരാളം യുദ്ധം ചെയ്യുകയും രക്തച്ചൊരിച്ചിലിന് കാരണമാകുകയും വേണ്ടി വന്നു. അതുകൊണ്ട് ദേവാലയം പണിയുവാൻ ദൗത്യം അവരുടെ മകനായ ശലോമോനെ ഏൽപ്പിക്കണം എന്നായിരുന്നു ദൈവഹിതം. സങ്കീർത്തനങ്ങൾ പോലെ സുന്ദരമായ ഒരു ജീവിതത്തിന്റെ അവസാനം.
ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനെ അടുക്കലേക്ക് വിളിപ്പിച്ചു. മോശയുടെ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചുകൊണ്ട് അവന്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക. അവിടുത്തെ ഹിതം പോലെ അടിയും ജീവിച്ചു കൊള്ളാം. ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി. ശലോമോനെ, നിനക്ക് വേണ്ടുന്നവനും ചോദിച്ചു കൊള്ളുക. ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ എന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകമെന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഉള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിനക്ക് ശേഷം ഉണ്ടാവുകയുമില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടി ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകയില്ല. വളരെ വിസ്താരമുള്ള ഒരു പൂമുഖം ദേവാലയത്തിന്റെ ഉൾവശത്ത് അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരങ്ങൾ എന്നിങ്ങനെ 3 ഭാഗങ്ങൾ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. താമരം കൊണ്ട് യാഗപീഠം പണിയുകയും വൃത്താകൃതിയിലുള്ള ഒരു ജലസംഭരണി വാർത്തുണ്ടാക്കി വെക്കുകയും ചെയ്തു. അതിവിശുദ്ധ സ്ഥലം ചിത്രപ്പണികളുള്ള തിരശ്ശീലകൾ കൊണ്ട് പ്രാകാരത്തിൽ നിന്ന് വേർതിരിച്ചു. അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം ധൂപം അർപ്പിക്കുന്ന പുരോഹിതന്മാർക്ക് മാത്രമുള്ളതാണ്. അതിനുള്ളിൽ ധൂപപീഠം, കെരൂബുകൾ എന്നിവ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. പുരോഹിതന്മാർ നിയമപ്പെട്ടകം കെരൂബുകളുടെ ചിറകിൻ കീഴിൽ പ്രതിഷ്ഠിച്ചു. ജനങ്ങൾ പ്രാകാരത്തിലാണ് ആരാധനയ്ക്കായി നിൽക്കേണ്ടത്. ദേവാലയത്തിന്റെ ഭിത്തികൾ ഏറ്റവും വിശിഷ്ടമായ ദേവദാരു ഫലകങ്ങൾ കൊണ്ട് പൊതിയുകയും സരളമരം കൊണ്ട് തറ തീർക്കുകയും ചെയ്തു. ഉൾവശം കൊത്തുപണികൾ കൊണ്ട് മനോഹരമാക്കി. ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ട് സീബ് മാസത്തിൽ ആലയം പണിതു തുടങ്ങി. 11-ാം ആണ്ട് ബൂൽ മാസത്തിൽ പണി തീർക്കുകയും ചെയ്തു.
സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എന്റെ ദൈവമായ യഹോവേ, അടിയനെന്ന തിരുമുൻപിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിനാൽ അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിനാൽ നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായി ആലയത്തിൽ രാവും പകലും തൃക്കൻ പാർത്തരണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചന കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ. കേട്ട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശലോമോൻ പണിത യെരൂശലേം ദേവാലയത്തിന്റെ കഥ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചതിലൂടെ മധ്യവകുപ്പ് കുട്ടികളായ ഞങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദേവാലയത്തിലുള്ള പ്രാധാന്യവും ദേവാലയത്തിലെ ആരാധനയിലൂടെ സ്വർഗസ്ഥനായ പിതാവിലേക്ക് നമ്മളുടെ സ്തുതികളും പ്രാർത്ഥനകളും എങ്ങനെ എത്തുന്നു എന്നും അറിയിക്കുവാൻ ആഗ്രഹിച്ചു. ഞങ്ങളുടെ പാഠഭാഗത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച അറിവ് നിങ്ങൾക്കും ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.